ഇറാനെ വീണ്ടും ആക്രമിച്ച US. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന് ഭീഷണിയാണെന്ന് കണ്ടെത്തി ഇറാന്റെ 4 ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടു. 5ാമത്തെ ഡ്രോൺ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായും US ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച തെക്കൻ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും മൈനുകൾക്കും സ്ഥാപിക്കുന്ന ബോട്ടുകൾക്കും നേരെ US സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ US ഇറാൻ ചർച്ചകൾ കൂടുതൽ സങ്കീർണമായി. ആഴ്ചകൾ നീണ്ട വെടിനിർത്തൽ പശ്ചാത്തലത്തിൽ തങ്ങൾ സൈനിക നടപടിക്ക് മുതിർന്നിരുന്നില്ലെന്ന് US അവകാശപ്പെട്ടു. ആക്രമണം വിശ്വാസവഞ്ചനയുടെ ലക്ഷണമാണെന്ന് ഇറാൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സൈന്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു US ആക്രമണം നടത്തിയതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. തിരിച്ചടി എന്നോണം ഇറാൻ തൊടുത്ത ഡ്രോണുകളെ പ്രതിരോധിച്ചുവെന്നും US ഉന്നതൻ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട്. US ആക്രമണം നടത്തിയതിനു പിന്നാലെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയർന്നു. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ഏകപക്ഷീയമായി ആരംഭിച്ച യുദ്ധം ഇന്ധനവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയും പ്രതിസന്ധിയിലായി. അതേസമയം സമാധാന കരാറിന്റെ ഭാഗമായി ഹോർമുസ് തുറക്കുകയാണെന്നും ഇറാനും ഒമാനും ചേർന്ന് തന്നെ നിയന്ത്രിക്കുമെന്നുമുള്ള ഇറാൻ മാധ്യമ റിപ്പോർട്ടിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഹോർമുസ് പഴയതുപോലെ തന്നെ തുറന്നു കിടക്കുമെന്നും ആ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടു പോകുകയുള്ളൂവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ബന്ദർ അബ്ബാസിലും ഹോർമുസിനടുത്തും US സൈന്യം ആക്രമണം നടത്തിയിരുന്നു. തിരിച്ചടിച്ച ഇറാൻ US-ന്റെ MQ-9 ഡ്രോൺ വീഴ്ത്തുകയും മറ്റ് യുദ്ധവിമാനങ്ങളെ തുരത്തി ഓടിക്കുകയും ചെയ്തു. അതിനിടെ ഹോർമുസ് കടലിടുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഒമാനെതിരെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് നിയന്ത്രണത്തിനായി ഇറാനുമായി സഹകരിക്കുകയാണെങ്കിൽ ഒമാനെതിരെ സൈന്യത്തെ ഇറക്കേണ്ടി വരുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും ഒമാനും ചർച്ച നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഹോർമുസിൽ ഒമാൻ ഇറാൻ സംയുക്ത നിയന്ത്രണത്തെ അംഗീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ട്രംപിന്റെ ഭീഷണി. ഒമാനും ഇറാനും ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു താൽക്കാലിക കരാറിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു ട്രംപ്. ആരും ഹോർമുസ് നിയന്ത്രിക്കാൻ പോകുന്നില്ലെന്നും അത് അന്താരാഷ്ട്ര സമുദ്രമേഖലയാണെന്നും ട്രംപ് ചോദ്യത്തിന് മറുപടി നൽകി. ഒമാൻ മറ്റുള്ളവരെ പോലെ പെരുമാറിയാൽ അവരെ തകർത്ത് കളയുമെന്നും ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഹോർമുസ് വിഷയം നിരീക്ഷിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ പ്രതികരണം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട്. ഹോർമുസിൽ തങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളിൽ നിന്ന് പണം പിരിക്കുന്നത് സംബന്ധിച്ച് പങ്കാളിത്തത്തിനായി ഒമാനോട് ഇറാൻ ചർച്ച നടത്തുന്നതായി അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ ഔദ്യോഗിക TV ചാനലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ടിലും ഇറാൻ ഒമാൻ കരാർ സാധ്യതയെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. ഹോർമുസ് മാനേജ്മെന്റ് സൂപ്പർവിഷൻ മേഖലയുടെ അതിരുകൾ നിർവചിച്ചതായി ഇറാൻ അടുത്തിടെ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ അറിയിച്ചിരുന്നു. ഒമാനുമായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് PSG-യെ ഇക്കാര്യം അറിയിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒമാൻ ഉൾക്കടൽ ഹോർമുസ് കടലിടുക്കിന് സമീപമാണെന്നും ഹോർമുസ് കടന്ന് കിഴക്ക് ദിശയിലേക്കുള്ള കപ്പലുകൾ ഒമാൻ ഉൾക്കടൽ വഴിയാണ് സഞ്ചരിക്കേണ്ടതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വാരമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US-ഉമായുള്ള ധാരണാപത്രത്തിന്റെ കരട് തങ്ങൾക്ക് ലഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനായ IRIB TV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ പുനഃസ്ഥാപിക്കുമെന്നും ഇറാന്റെ ധാരണാപത്രത്തിലുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒമാനുമായി സഹകരിച്ച് കപ്പൽ ഗതാഗതം ഇറാൻ കൈകാര്യം ചെയ്യുമെന്നും കരട് ധാരണാപത്രത്തിലുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ എണ്ണക്കപ്പൽ ഗതാഗതത്തിൽ 20% നടക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. US ഇറാൻ യുദ്ധത്തെ തുടർന്ന് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങൾ കാരണം ആഗോളതലത്തിൽ എണ്ണ പ്രതിസന്ധി തുടരുകയുമാണ്. അതേസമയം ഒമാനെതിരെ ട്രംപിന്റെ പുതിയ പരാമർശത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. US പ്രസിഡന്റ് ഒരു മാഫിയ തലവനെ പോലെയാണ് പെരുമാറുന്നതെന്ന് US ആസ്ഥാനമായ അവകാശ പ്രസ്ഥാനം ഡോണിന്റെ അഡ്വക്കേറ്റ്സ് ഡയറക്ടർ റൈസ് ജെറാർ പറഞ്ഞതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. സൈന്യത്തെ ഉപയോഗിക്കുമെന്ന് ഏതെങ്കിലും രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതിനെ UN ചട്ടങ്ങൾ പ്രകാരം നിരോധിച്ചിട്ടുണ്ട് എന്നും ജെറാറിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.